ഹേമ കമ്മിറ്റിയിലെ സർക്കാരിന്റെ മുട്ടാപ്പോക്ക് കോടതിയിൽ വിലപ്പോവുമോ? കെ.എൻ. ബാലഗോപാൽ പറഞ്ഞ നിയമം പിണറായി വിജയൻ അറിയാത്തതാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ സമൂഹത്തെ ബാധിക്കുന്ന നിരവധി ആരോപണങ്ങളുണ്ടെന്നും അക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ നവാസ് പായിച്ചിറ എന്ന ആൾ നൽകിയ പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച് വളരെ ഗൗരവമേറിയ ചില നിരീക്ഷണങ്ങൾ നടത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എന്തൊക്കെ കാര്യങ്ങളാണോ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന ആ വാദങ്ങളെ പാടെ തള്ളുകയാണ് ഇന്ന് കോടതി ചെയ്തത്. മാത്രമല്ല ഇങ്ങനെയൊരു റിപ്പോർട്ട് ലഭിച്ചാൽ അത് കെട്ടിപ്പൂട്ടി വെക്കാതെ തുടർ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് കോടതി ചോദിച്ചത്. കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയവർ തങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തു വരരുത് എന്ന് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇരകളായ ആർക്കും പരാതിയുമായി നേരിൽ വരാൻ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതായിരുന്നു സർക്കാരിന്റെ വാദം. ഈ വാദം കോടതിയിൽ ഇന്നും സർക്കാർ ആവർത്തിച്ചു. പക്ഷേ ഈ വിവരങ്ങളെല്ലാം, ഈ ഇരകളുടെ വിവരങ്ങൾ മറച്ചു പിടിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിലെ പ്രതികൾ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് കൊണ്ട് പ്രയോജനം എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചു. കോഗ്നിസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ ഇതിൽ സർക്കാരിന് നേരിട്ടിടപെടാൻ കഴിയില്ലേ, നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ പറയുന്നത് പോക്സോ ആണെങ്കിൽ മാത്രം അത് ചെയ്യാൻ കഴിയും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ റിപ്പോർട്ട്, പൂർണ്ണമായ റിപ്പോർട്ട് ഒരു മുദ്ര വെച്ച കവറിലാക്കി കോടതിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതി ഇതിന്റെ സ്റ്റിയറിംഗ് ഏറ്റെടുക്കുകയാണ്. അതെ, അതായത് നമ്മൾ ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സർക്കാർ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത്, അല്ലെങ്കിൽ പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ റിപ്പോർട്ടിന്മേൽ അടുത്ത നടപടി എന്താണെന്ന് പറയാനോ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് എത്രത്തോളം ഗൗരവതരമാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനോ, അതുപോലെ ഈ മേഖലയെക്കുറിച്ച് സർക്കാർ എന്താണ് ധരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, അടുത്ത ഒരു പോയിന്റിൽ നമ്മൾ എടുക്കാൻ പോകുന്ന, നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്താണ് എന്ന് വിശദീകരിക്കാനോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് വിശദീകരിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിച്ചത്. അതിനെയാണ് ഇന്ന് കൃത്യമായി ഹൈക്കോടതി പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഒരു സ്വമേധയാ കേസെടുക്കാൻ ഈ പറഞ്ഞതുപോലെ ഒരാൾ പരാതിയുമായി വരേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് സർക്കാരിന് സ്വമേധയാ കേസെടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുമാത്രവുമല്ല, ഇത്തരത്തിൽ വളരെ തീവ്രമായ അനുഭവങ്ങളിലൂടെ, വളരെ തീവ്രമായ പ്രശ്നങ്ങളിലൂടെ, ക്രൂരമായ അവസ്ഥകളിലൂടെ കടന്നുപോയ സ്ത്രീകൾ ഇനിയും പരാതിയുമായി വരേണ്ടതുണ്ടോ? അതിനപ്പുറത്തേക്ക് സർക്കാരിന് അടുത്ത പോയിന്റിൽ എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യം കോടതി ചോദിക്കുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെ കൈവശം പേരുകളുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് കോൺഫിഡൻഷ്യലാണ് എന്നാണ് സർക്കാർ നൽകുന്ന മറുപടി. അത് അതിനുശേഷമാണ് സീൽ വെച്ച കവറിൽ ഇത് സബ്മിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. നോക്കൂ, ഇവിടെ ഓരോരുത്തരുടെയും ബൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരാൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ട്രിബ്യൂണലിന് മുന്നിൽ, അല്ലെങ്കിൽ ഒരു സമിതിയുടെ മുന്നിൽ, ഒരു കമ്മീഷന് മുന്നിൽ എത്തുന്നത്. ഇന്ന് ഈ സംഭവത്തിന് ശേഷം വന്ന ബൈറ്റുകളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് ഏറ്റവും ഒടുവിൽ നടി ഉഷയുടെ ബൈറ്റ് അടക്കം വരുന്നു. അതായത് ഒരു സംവിധായകനിൽ നിന്നും വളരെ ക്രൂരമായ തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാവുന്നു, മുറിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടിയാണ് മുറിയിലേക്ക് പോയതെന്ന് നടി ഉഷ പറയുന്നു. ആ രീതിയിൽ പിന്നീട് ആ സംവിധായകൻ്റെ അടുത്ത് നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ പറയുന്നു. അപ്പോൾ നോക്കൂ, ഈ കമൻറ്റ് പറഞ്ഞ ആളുകളെല്ലാം, അതിനുശേഷം പ്രതികരിച്ച സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സിനിമയിൽ സജീവമല്ലാത്ത ആളുകളാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇനി പേടിക്കാനൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അവർക്ക് പറയാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് സ്വന്തം പ്രൊഫഷൻ തന്നെ, സ്വന്തം കരിയർ തന്നെ അപകടപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് ഒരു ആകെ ലഭിച്ചൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ
പോലും ഈ തരത്തിൽ കെട്ടിപ്പൂട്ടി വെക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്തൊരു ദാരുണമായിരിക്കും ആ അവസ്ഥ എന്ന് ആലോചിക്കും. അതുപോലെ തന്നെ കോൺക്ലേവ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കോൺക്ലേവ് നവംബറിൽ ഉണ്ടാവുമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. അപ്പോൾ ഈ കോൺക്ലേവ് പക്ഷേ സിനിമാ മേഖലയിലെ ഇനി വരുത്താൻ പോകുന്ന മറ്റു മാറ്റങ്ങളെക്കുറിച്ചും മറ്റ് വാചകങ്ങൾ വേണോ പറയാം. സിനിമ സീരിയൽ രംഗത്ത് നടപ്പാക്കേണ്ട ഭാവിയിൽ കേരളത്തിൽ ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താനാണ് ആ ഡിസ്കഷനുകളിൽ പങ്കെടുക്കുന്നത്. അന്തർദേശീയ ദേശീയ തലത്തിലുള്ള സിനിമാ പ്രഗത്ഭന്മാരാണ്. സംസ്ഥാനത്തെ പ്രഗത്ഭന്മാരും വിവിധ സംഘടനാ ഭാരവാഹികളും വരും. നടി പാർവതിക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും ഈ പറഞ്ഞ പോലെ നടി പാർവതി അഭിമുഖം നൽകിയിരുന്നു. അവർ പറയുന്ന വളരെ റെലവൻ്റ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് നിങ്ങൾ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാട്ട് യു മീൻ ബൈ എ കോൺക്ലേവ് എന്നാണ് പാർവതി ചോദിക്കുന്നത്. അതായത് കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ഒരു സെമിനാർ പോലെ അല്ലെങ്കിൽ ഒരു കൺസോർഷ്യം പോലെ അങ്ങനെ ഒരു പരിപാടിയാണ്. അതെ, സജി ചെറിയാനും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഡിസ്കഷൻസ് ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, പേപ്പർ പ്രസന്റേഷൻ ഉണ്ടാവും. ഇതൊരു നാഷണൽ സെമിനാർ സംഘടിപ്പിക്കേണ്ട വിഷയമല്ലല്ലോ. പിന്നെ അതെ, ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം അപ്പോൾ സജി ചെറിയാൻ പറയുന്നു ഈ കോൺക്ലേവിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി യാതൊരു ബന്ധവുമില്ല. ഇത് നേരത്തെ തന്നെ സർക്കാർ പ്ലാൻ ചെയ്ത കോൺക്ലേവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ തൊട്ടടുത്ത ദിവസത്തെ പത്രസമ്മേളനത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ കോൺക്ലേവിനെ കുറിച്ച് സംസാരിക്കുന്നു? കോൺക്ലേവിൽ ഈ പ്രശ്നം ഉന്നയിക്കാമെന്ന് പറയുന്നത്, ഈ കോൺക്ലേവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മന്ത്രി തന്നെ പറയുന്ന സാഹചര്യത്തിൽ കോൺക്ലേവിലൂടെ പരിഹരിക്കാൻ പറ്റില്ല എന്ന് സർക്കാർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ജിഷ്ണു, ഈ വിഷയത്തിൽ സർക്കാരിനകത്ത് പാടെ അവ്യക്തതയാണുള്ളത്. സർക്കാരിന് ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. കഴിഞ്ഞ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ പറഞ്ഞ മന്ത്രിയും മുൻ മന്ത്രിയും നിലവിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും പറയുന്ന തീർത്തും എന്താ പറയുക, ഏറ്റവും വിപരീതമായ കമൻസ് ആണ് നമ്മൾ കേട്ടത്. ഇന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തമായ ഒരു വാചകം. അദ്ദേഹം വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ഒരാളാണ്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും അങ്ങനെ അഭിപ്രായം പറഞ്ഞു കേട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന വിഷയത്തിൽ പരാതിയില്ലെങ്കിലും നടപടിയെടുക്കാം. സ്വമേധയാ കേസ് എടുക്കണോ അതോ പരാതി ലഭിച്ച ശേഷം കേസ് എടുക്കണോ എന്നത് വെറും സാങ്കേതികത്വം മാത്രമാണ്. പരിഷ്കരിച്ച നിയമങ്ങൾ, ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ള പരിഷ്കരിച്ച നിയമങ്ങൾ പ്രകാരം അങ്ങനെ കേസ് എടുക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുകയാണ്. എൻ്റെ ഇപ്പോൾ ജിഷ്ണു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നിയമങ്ങളെക്കുറിച്ചൊന്നും നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാർ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാഞ്ഞിട്ടാണോ ഇക്കാര്യത്തിൽ ഇനിയും ഒരു പരാതി ലഭിക്കണം, ഇനിയും ഒരു പരാതിക്ക് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞത്? ഇന്നലെ ഈ പറഞ്ഞ ഇന്റർവ്യൂസിനിടയിൽ പാർവതി പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, ഇനി അതും ഞങ്ങൾ ചെയ്യണോ? അവർ കഴിഞ്ഞ ദിവസം റിമ കല്ലിങ്കൽ പറയുകയുണ്ടായി, അവരുടെ ജീവിതവും കരിയറും പണയം വെച്ച് അവർ കുറച്ചു പേർക്ക് മാത്രമേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പാർവതിയെ പോലൊരു നടി കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര സിനിമ ചെയ്തു എന്ന് നമുക്ക് നന്നായി അറിയാം. പാർവതി പറയുന്നുണ്ട്, അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷെ ഒരു കൂട്ടം സ്ത്രീകൾ അങ്ങനെ നിന്ന് പോരാടിയത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ശബ്ദമുയർത്തിയത് കൊണ്ട് മാത്രം സംഭവിച്ചൊരു റിപ്പോർട്ടിൽ അവർ പറയുകയാണ് ഇനിയും ഒരു പരാതി വേണമെന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ ഒട്ടും കഴിയില്ല. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സജി ചെറിയാൻ പറയുന്നു, ഇപ്പോൾ കോടതി പറഞ്ഞാൽ നടപടിയെടുക്കാം, വിരോധമില്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്കറിയാവുന്നതാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചൊരു വാചകം, സർക്കാരിന് ഭരണഘടനാപരമായുള്ള ബാധ്യത അല്ലാത്തതൊന്നും ചെയ്യാൻ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ കോടതിക്ക് പറ്റില്ല. അപ്പോൾ കോടതി പറയുമ്പോൾ ചെയ്യാമെന്ന് സർക്കാർ പറയുന്നത് എന്തും കോടതി പറയാതെയും ചെയ്യാം. അതാണ് അതിലെ വാസ്തവം. അതായത് കോടതി പറഞ്ഞാൽ ചെയ്യാമെന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും കോടതി പറയാതെയും ചെയ്യാൻ കഴിയുന്നതാണ്. സർക്കാർ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് കോടതിക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. അതെ, അത് മാത്രമല്ല സർക്കാർ എന്തിനാണ് ഇത്രയും ഒഫൻഡഡ് ആവുന്നത് എന്നുള്ളതാണ്. ഇത്രയും ഡിഫെൻസീവിലാവുകയാണ് സർക്കാർ. അതായത് ഈ പറയുന്ന സർക്കാർ എന്താ പറയാ, ന്യായീകരിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ന്യായീകരണത്തിന്റെ ഭാഷയിലേക്കൊക്കെ സർക്കാർ വേർഷൻസിലേക്ക് സർക്കാർ മാറുന്നു. അതായത് സർക്കാരിനെ നേരിട്ട് ബാധിക്കാത്ത, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ സർക്കാർ ഇത്രയും ഒഫൻഡഡ് ആവുന്നത് എന്തിനാണെന്നാണ് ഇതിൽ അത്ഭുതപ്പെടുന്ന കാര്യം. അതായത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച് 5 വർഷം കഴിയേണ്ടി വന്നു സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി. എന്നാൽ നടി പാർവതി ചോദിച്ചൊരു ചോദ്യത്തിന് ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴത്തേക്കും മന്ത്രിക്ക് മറുപടി പറയാൻ സാധിക്കുന്നുണ്ട്. അത് കൃത്യമായി അഡ്രസ് ചെയ്യാനും പാർവതി തെറ്റിദ്ധരിച്ചതാണെന്ന് പറയാനും അതെ, അത്രയും വേഗത ഈ മെഷീനറിക്ക് അതിലുണ്ട്. പക്ഷേ ഈ പറയുന്ന റിപ്പോർട്ടിലെ ആളുകൾക്ക് എതിരെ അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന ആളുകൾക്ക് എതിരെ നടപടി സ്വീകരിക്കാനോ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എടുക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു
ഒരു ട്രിബ്യൂണൽ കൊണ്ടുവരണമെന്ന് ഈ പറയുന്നത് പോലെ ഹേമ കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നും സർക്കാർ പറഞ്ഞ് കൈമലർത്തുകയാണ്. ആകെ പറയാനുള്ള ഒരു കാര്യം കോൺക്ലേവ് ആണ്. ആ കോൺക്ലേവ് ആണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് അല്ലതാനും. പിന്നെ ഇവർ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നടപടി എന്താണ്? ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു തരത്തിലൊരു ഈ പറയുന്ന ആരെങ്കിലും മീറ്റ് ചെയ്യാനോ സംഘടനാ പ്രതിനിധികളെ മീറ്റ് ചെയ്യാനോ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഈ കോൺക്ലേവിൻ്റെ ഉദ്ദേശവും ഇതല്ല എന്ന് പറയുന്നിടത്ത് സർക്കാർ പിന്നെ എന്ത് നടപടിയാണ് ഇതിൽ സ്വീകരിക്കാൻ പോകുന്നത്? എന്താണ് സർക്കാരിൻ്റെ അടുത്ത സ്റ്റെപ്പ്? അത് വലിയ ചോദ്യമാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ WCCയിലെ സ്ത്രീകളെല്ലാം പലയിടത്തായി സംസാരിക്കുന്നുണ്ട്. അഞ്ജലി മേനോൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതിൽ പുതുതായി എന്താണ് ഉള്ളത്? ഇതാണല്ലോ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഇതിനെ വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു വാചകം ഇതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ഇതിൽ എന്താണ് പുതിയതായിട്ട്? നിങ്ങൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടിയില്ല, ഈ രീതിയിലൊക്കെയാണ് അഞ്ജലി മേനോൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ തിരുത്തലുണ്ടായില്ല, എന്തുകൊണ്ട് ഇതിലൊരു നടപടി ഉണ്ടായില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഈ വിഷയത്തിൽ പരാതിയുമായി വന്ന, ഇതുവരെ പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത ഒരുപാട് പേരുടെ പ്രതിനിധികളായ ഈ വനിതകളുടെ കൂട്ടം ചോദിക്കുന്നത്. അപ്പോഴും ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉയരുന്നത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നുണ്ട്, ഈ സംഘടനകൾ തുടരുന്ന മൗനം. ശരിയാണ്, ഇത്ര ദിവസമായി വലിയ രീതിയിലുള്ള ഒരു പരിപാടി താരസംഘടനയായ അമ്മയുടെ പ്രതിനിധികളുടെ ഭാഗത്ത് അമ്മയുടെ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കൊച്ചിയിൽ. അവരെല്ലാം ഒന്നിച്ചുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കമന്റ് നമ്മൾ കേട്ടില്ല. ഫെഫ്ക, ഇവിടുത്തെ ടെക്നീഷ്യൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്, ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് കേട്ടില്ല. ശരിയാണ്, ഇപ്പം ഞങ്ങൾ എന്തിനാണ് ഇതിൽ വന്ന് മറുപടി പറയണത്, ഞങ്ങളെ ഇത് ബാധിക്കുന്നതല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും വാദം. പക്ഷേ എങ്കിലും ഞങ്ങളുടെ സംഘടനയിലുള്ള ആരും ഇതിലില്ലെന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നും ആർജവത്തോടെ പറയാൻ നമ്മുടെ സംഘടനകൾക്ക്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ അവരുടെ പ്രതിനിധികൾക്കോ ആയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെ ഒറ്റപ്പെട്ട ശബ്ദം, നിശബ്ദത ഒന്നിനും പരിഹാരമല്ല, ഈ മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് ലിജോയെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്. അതെ, ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയും പേര് പുറത്തു വന്നിട്ടില്ല. അതുപോലെ ഇതിൽ പ്രത്യേകിച്ചൊരു നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. നിലനിൽക്കുന്നത് മൗനം മാത്രമാണ്. ഈ പറഞ്ഞതുപോലെ സംഘടനകളുടെ മൗനം, സർക്കാരിൻ്റെ മൗനം. ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഇതിലെന്തെങ്കിലും തരത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ മാത്രമാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് സിനിമ ഒരു പ്രൊഫഷനായി എടുക്കണമെന്ന് കരുതുന്ന ഒരു കുട്ടി, ഏതൊരു മനുഷ്യനും അവർക്കിനി ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പൊതുവിൽ ഈ പറയുന്ന കലാ സാംസ്കാരിക മേഖലയിലേക്ക് അതൊരു പ്രൊഫഷനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് പൊതുവിൽ പിന്തുണ കുറവാണ്. അതായത് അവരുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ നിന്നുള്ള പിന്തുണ വളരെ കുറവാണ്. ആളുകൾ വളരെ സ്ട്രഗിൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് സിനിമയിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടിസ്റ്റിക്കായ ഒരു കരിയറിലേക്ക് എത്തിപ്പെടുന്നത്. അത്തരം ഒരു കരിയർ സ്വപ്നം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഈ സംഭവം. ഇത് ഉയർത്തുന്ന ചോദ്യങ്ങളെല്ലാം ഈ ഇൻഡസ്ട്രിയെ മുഴുവനായി ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന, സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന കാര്യമാണ്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നാളെ വരുന്ന ഏതൊരു ആർട്ടിസ്റ്റിനും, പുതുതായി സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആർട്ടിസ്റ്റിനും ധൈര്യത്തോടു കൂടി കടന്നു വരാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ സ്പേസാണ് ഇത് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൊടുത്ത എല്ലാ സിനിമാ സംഘടനകൾക്കും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ഈ രണ്ട് സംവിധാനങ്ങൾ ഒരുപോലെ മൗനം പാലിക്കുന്നു എന്നിടത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളം പോലൊരു സംസ്ഥാനമാണിത്. അതായത് നമ്മൾ എന്തിലും കൃത്യമായി വിജിലൻ്റായി ഇടപെടുന്ന സമൂഹം, കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സമൂഹം, ഈ സമൂഹം അഭിപ്രായം രേഖപ്പെടുത്തിയില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന സമൂഹം, എല്ലാവരും ഈ പറഞ്ഞതുപോലെ അക്കൗണ്ടബിൾ ആക്കുന്ന ഒരു സമൂഹമാണ്. നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിന് അക്കൗണ്ടബിൾ ആണെന്ന് നിങ്ങളെ ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ ഇത്രയധികം ആളുകൾക്ക് മൗനം പാലിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇപ്പോഴും മൗനത്തിൽ തുടരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങളും. ഇതിൻ്റെ ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ പറഞ്ഞ പവർ ഗ്രൂപ്പിന് സർക്കാരിലുമുണ്ടോ സ്വാധീനം എന്ന ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അത്രയും ശക്തമായ ഒരു ഗ്രൂപ്പാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ ആവണം സർക്കാരിന് പോലും ഒരക്ഷരം മിണ്ടാനോ നടപടിയെടുക്കാനോ സാധിക്കാതെ ഒഫൻഡഡായി നിൽക്കേണ്ടി വരുന്നത്. സർക്കാരിനെ ചൊടിപ്പിക്കുകയാണ് ഓരോ ചോദ്യങ്ങളും എന്നുള്ളതാണ്. ഇതിനി അടുത്ത അലേർട്ട് ഉണ്ടാവേണ്ടത് പൊതുസമൂഹത്തിൽ നിന്നാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ പൊതുസമൂഹത്തിനാണെങ്കിൽ ഈ പവർ ഗ്രൂപ്പിൽ ആരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചില പേരുകൾ കേൾക്കാനാണ് താല്പര്യം. ഈ കൂട്ടത്തിൽ ആരുടെയൊക്കെ പേരുകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇപ്പം നമുക്ക്
മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ, നമ്മൾ വാർത്തകൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതായത് നടപടിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. പകരം ഈ റിപ്പോർട്ടിനകത്ത് നിന്ന് ഏതെങ്കിലും പേരുകൾ വീണ് കിട്ടുമോ, നിങ്ങൾക്ക് പോലും പേരുകൾ പറയാൻ കഴിയില്ല, നിങ്ങൾക്ക് പേരുകൾ പറയാൻ കഴിയില്ല. നോക്കൂ, ഇന്ന് ഏറ്റവും ഒടുവിൽ പാർവതി പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ആ പേരുകൾ വിടൂ, ഈ പേരുകൾ വിട്ട് ഇതിൽ എന്ത് നടപടി എന്നതിലേക്ക് വരൂ. ഇപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഏറ്റവും ഒടുവിൽ WCC ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. WCCയുടെ ആ വാർത്താക്കുറിപ്പ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന WCCയുടെ ഒരു സ്ഥാപക അംഗത്തിന്റെ നിലപാടിനെ കുറിച്ച് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അത് എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെട്ടു. ആ അംഗത്തിലേക്ക് മാത്രം കാര്യങ്ങൾ നീട്ടി നോക്കൂ. ആ റിപ്പോർട്ടിൽ ഒരുപാട് പേരുകളുണ്ട്. ഈ ഒരു അംഗത്തിന്റെ പേരോ അല്ലെങ്കിൽ ഈ ഒരു സംഭവമോ മാത്രമല്ല ഉള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ WCCയിലെ സ്ഥാപക അംഗത്തെ പറ്റി മാത്രം ചർച്ചകൾ എത്തുന്നു. അവർ ആരാണ്, എന്താണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് പറഞ്ഞുകൊണ്ട് ഇവരെ പോലെയുള്ളവർ ഒറ്റുന്നു. ഈ രീതിയിലൊക്കെയാണ് ചർച്ചകൾ പോകുന്നത്. ഇതിനും അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത്, നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ, കലയെ സ്നേഹിക്കുന്ന, കല ഒരു പാഷനായി പ്രൊഫഷനായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും ഏതൊരു ആൺകുട്ടിയും സുരക്ഷിതമായി കടന്നു വന്ന് അഭിമാനത്തോടെ തൻ്റെ തൊഴിൽ ചെയ്യാനാവുന്ന തരത്തിൽ ഈ മേഖല ക്ലെൻസ് ചെയ്യപ്പെടണം, ഈ മേഖല വിമലീകരിക്കപ്പെടണം. അതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ ഈ കോടതിയുടെ ഇടപെടലിലൂടെ കഴിയും എന്ന് ഏറ്റവും അവസാനത്തെ ആശ്രയമാണ് എപ്പോഴും കോടതി. തീർച്ചയായും ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ പറഞ്ഞ പോലെ WCCയുടെ കമന്റ് വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്രയധികം ക്രൂരതകൾ മനുഷ്യർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. സ്ത്രീകൾ മാത്രമല്ല, ഈ പറയുന്ന സംഘടിതരല്ലാത്ത ജൂനിയർ ആർട്ടിസ്റ്റുകളും മേക്കപ്പ് ആർട്ടിസ്റ്റുകളും അതുപോലെ ഹെയർ സ്റ്റൈലിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള അസംഘടിതരായ തൊഴിലാളികൾ ഇത്രയധികം ചൂഷണങ്ങൾ സിനിമാ മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടും നമുക്ക് അവസാന നിമിഷവും ചെയ്യാനുള്ളത് ആ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താനുള്ള വ്യഗ്രതയാണ്. ഇപ്പോഴും നമ്മൾ വിച്ച് ഹണ്ട് ചെയ്യുന്നത് ഒരു സ്ത്രീയെയാണ്. നമ്മൾ ഇത്രയധികം സ്ത്രീകൾ ഇത് അനുഭവിച്ചു എന്ന അവസ്ഥ, ഈ കടന്നുപോയ അവസ്ഥകളെല്ലാം പുറത്തു വന്നിട്ടും നമുക്കിപ്പോഴും വിച്ച് ഹണ്ട് ചെയ്യാൻ തോന്നുന്നത്, നമുക്ക് പുറകെ പോകാൻ തോന്നുന്നത്, വേട്ടയാടാൻ തോന്നുന്നത് ഒരു സ്ത്രീയെ മാത്രമാണ് എന്ന വളരെ ദാരുണമായ അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് WCC മുന്നോട്ട് വെക്കുന്ന ആ പത്രക്കുറിപ്പ് കൂടി സൂചിപ്പിക്കുന്നത്. ICL Finco, the intelligent choice.